നമുക്ക് നിയമപരമായ ഒരു കാര്യം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. നമ്മളൊക്കെ ഭൂമി വാങ്ങുന്ന ആളുകളാണല്ലോ. ഭൂമി വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ എല്ലാം നടത്തി പ്രമാണമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പ്രമാണത്തിന്റെ കോപ്പിയൊക്കെ ആയിട്ട് നമ്മൾ പോക്കുവരവിന് അപേക്ഷ കൊടുക്കും. സാധാരണ നിലയിൽ ഇതൊക്കെ ആധാരമെഴുത്തുകാരൻ ചെയ്യും. പോക്കുവരവിന് വേണ്ടി നമ്മൾ ഒരു അപേക്ഷ പ്രോപ്പറായിട്ട് വില്ലേജ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോക്കുവരവ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളിൽ നിന്നും ആ ഭൂമിയുടെ നികുതി ഈടാക്കും. അങ്ങനെ നികുതി ഈടാക്കി അതിൻ്റെ രസീത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ ഉടമസ്ഥനായി എന്നുള്ളതാണ് സ്വാഭാവികമായും നമ്മൾ കരുതുന്നത്. അത് ശരിക്കും 100% ശരി അല്ല. അതിനകത്ത് എന്തെങ്കിലും പിന്നീട് ഒരു സിവിൽ ഡിസ്പ്യൂട്ട് വരികയാണെങ്കിലോ മറ്റോ അത് വീണ്ടും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷമോ അബ്സല്യൂട്ട് ഓണർഷിപ്പ് എന്ന് പറയാൻ പറ്റും.